നമ്മളെ വീടിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഏറ്റവും നല്ല ബ്ലോക്ക്, നമ്മുടെ പടവ് പണിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കല്ല് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ആ ബേസിസിൽ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഏത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം, നമുക്ക് നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ, അതായത് കോസ്റ്റ് മാത്രമാണ് നിങ്ങളുടെ കൺസിഡറേഷൻ, എന്നാൽ കുറച്ച് ഡ്യൂറബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ മുഴുവനായിട്ട് AC ബ്ലോക്കിൽ ചെയ്ത് സൈഡിൽ ചെറുതായിട്ട് അത് ഇളകി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കുകൾ അത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എക്സ്പോസ് ഒക്കെ കമ്പാരിസൺ ഞാൻ ഓരോന്ന് പറയാം. അതായത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു തെർമൽ ഇൻസുലേഷൻ നമുക്ക് ഈ ഒരു ചെങ്കലിന് നമുക്ക് ഉണ്ടെന്ന് പറയാം. എല്ലാവർക്കും നമസ്കാരം. ആറ്റിക് 11 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ വീടിൻ്റെയൊക്കെ നിർമ്മാണത്തിന് ഏറ്റവും നല്ല ബ്ലോക്ക്, നമ്മുടെ പടവ് പണിയുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഏറ്റവും നല്ല കല്ല് ഏതാണെന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് എന്നുള്ളത് പറയുന്ന സമയത്ത് ആദ്യം നമുക്ക് എന്തൊക്കെ തരത്തിലുള്ള മെറ്റീരിയലുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണെന്നുള്ളത് അറിയണം. അതുപോലെ തന്നെ അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നുള്ളത് അറിയണം. അപ്പോൾ അതിനെ എന്താ പറയുക, നിങ്ങൾ വീഡിയോ ഒന്ന് ഫുള്ള് കാണുകയാണെങ്കിൽ ഈ ഓരോ ബ്ലോക്കിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെ, അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് ഉള്ള രീതികൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ ഡ്യൂറബിലിറ്റി എങ്ങനെയാണ്, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ചൂട് എന്താ പറയുക ഹീറ്റ് ഇൻസുലേഷൻ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അതിൻ്റെ മറ്റു ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയലുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. അതിനുശേഷം അവസാനം ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ, നമ്മൾ ഒരു പ്രൊജക്റ്റിൽ ചെയ്യുന്ന സമയത്ത് ഓരോരോ ആളുകൾക്കും എങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരിക്കും നല്ലത് എന്നുള്ള രീതിയിലുള്ള ഒരു സജഷനും കൂടെ ഞാൻ പറയാം. അപ്പോൾ ഞാൻ ആർക്കിടെക്ട് ഷിനു, ആറ്റിക് 11 മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ആദ്യം എന്തൊക്കെ ബ്ലോക്കുകൾ ഉണ്ട് എന്നുള്ളത് നോക്കാം. എന്തൊക്കെ മെറ്റീരിയൽ വെച്ചിട്ടാണ് നമുക്ക് നമ്മുടെ പടവ് പണിയാൻ പറ്റുക എന്നുള്ളത് നോക്കാം. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മലബാർ മേഖലകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും സുലഭമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചെങ്കല്ല് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റെഡ് ബ്രിക്ക് അല്ലെങ്കിൽ ചുടുകട്ട. നമ്മുടെ ഒരു തൃശ്ശൂർ അങ്ങ് തിരുവനന്തപുരം ഭാഗത്തേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം കിട്ടുന്ന ഒരു മെറ്റീരിയൽ ഈ ചുടുകട്ടയാണ്. അതുപോലെ തന്നെ അടുത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമായിരിക്കും സിമെൻറ്റ് ബ്ലോക്ക്. നമ്മുടെ സിമെൻറ്റിൻ്റെ കട്ട, അത് ഹോളോ ആയിട്ടുള്ളതും ഹോളോ അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള ബ്ലോക്കുകളുണ്ട്. പിന്നെ അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ AAC ബ്ലോക്ക്. ഞാൻ തന്നെ നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ മുഴുവനായിട്ട് AC ബ്ലോക്കിൽ ചെയ്തിട്ടുള്ള വീഡിയോ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെറ്റീരിയൽ എന്ന് പറയുന്നത് പോറോത്തേം ബ്ലോക്ക് എന്ന് പറയുന്നതാണ്. അതായത് നമ്മുടെ ക്ലേ പ്രൊഡക്റ്റ് തന്നെയാണ്, അതൊരു ഹോളോ വെർട്ടിക്കലായിട്ടുള്ള പോർസ്, അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള പോർസ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന എന്താ പറയുക പോറോത്തേം ബ്ലോക്കുകളുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത എല്ലാ ആളുകൾക്കൊക്കെ അറിയുന്നുണ്ടാകുന്ന ഒരു സാധനം എന്ന് പറയുന്നത് നമ്മുടെ സിമെൻറ്റ് ഇൻ്റർലോക്കിംഗ് അല്ലെങ്കിൽ ക്ലേ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കുകളായിരിക്കും. നമുക്ക് ഇൻ്റർലോക്കിംഗ് ചെയ്തിട്ട് അധികം സിമെൻ്റ് ഒന്നും ഇല്ലാതെ ഇൻ്റർലോക്കിംഗ് ചെയ്തിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ബ്ലോക്ക്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ലാട്രൈറ്റിൻ്റെ പൊടി ഉപയോഗിച്ചിട്ട് മാനുഫാക്ചർഡ് ബ്രിക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രിക്ക് നമുക്ക് കാണാം. അതായത് ചെങ്കല്ലിൻ്റെ പൊടി സിമെൻറ്റും ഒക്കെ യൂസ് ചെയ്തിട്ടാണ് അത്തരത്തിലുള്ള ബ്ലോക്കുകൾ ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ ഇത്രയും ബ്ലോക്കുകളൊക്കെയാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ ജനറലായിട്ട് ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, നമ്മൾ ജനറലായിട്ട് യൂസ് ചെയ്യുന്നത് അല്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ വിട്ടുപോയിട്ടുണ്ടാവുക. അതായത് ഇത്രയാണ് വളരെ ജനറലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് ഈ ഒരു രീതിയിൽ തരംതിരിക്കാം. അതായത് ഇതിൻ്റെ ഒരു സ്ട്രെങ്ത്ത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതിൻ്റെ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി, എത്ര നാൾ അത് ഒരു കുഴപ്പമില്ലാതെ ആ ഒരു ബ്ലോക്ക് നിലനിൽക്കും എന്നുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹീറ്റ് ഇൻസുലേഷൻ അല്ലെങ്കിൽ കൂളിംഗ് കപ്പാസിറ്റി. കാരണം നമ്മളൊരു വീടുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ വീട്ടിനകത്തെ മൈക്രോ ക്ലൈമറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു വർക്കബിലിറ്റി, എത്ര പെട്ടെന്ന് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഇത് ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം ആണ് അതിൻ്റെ ഒരു കോസ്റ്റിനെ കൂടെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെച്ച് നമുക്ക് ഈ ഓരോ ബ്ലോക്കിനെയും ഒന്ന് തരംതിരിച്ച് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏത് ബ്ലോക്കായിരിക്കും നമുക്ക് ഉപയോഗിക്കാൻ നല്ലതെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി വെച്ചിട്ട് നമുക്ക് നോക്കാം. ഡ്യൂറബിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ പഴയ തറവാട് വീടുകൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 100-ന് മുകളിലും, ഇനി നമ്മുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60-70 വർഷമുള്ള പഴക്കമുള്ള വീടുകളൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധികവും അത് ചെങ്കല്ലിലും അതുപോലെ തന്നെ ചുടുകട്ടയിലും തീർത്തതായിരിക്കും. ചെങ്കല്ല് അല്ലെങ്കിൽ ചുടുകട്ട.
അപ്പോൾ അത് ഏറ്റവും ഈ ചെങ്കല്ലൊക്കെ എടുത്തു കഴിഞ്ഞാൽ പല ക്വാളിറ്റി ഇന്ന് അവൈലബിൾ ആണ് നാട്ടിൽ, ഫസ്റ്റ് ക്വാളിറ്റി, സെക്കൻഡ് ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും നല്ല ക്വാളിറ്റി എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഡ്യൂറബിൾ ആണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. കാരണം ഇത്തരത്തിലുള്ള പഴയ തറവാട് വീടുകളൊക്കെ ഒന്ന് പൊളിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒന്നെങ്കിൽ ചുടുകട്ടയോ ചെങ്കല്ലോ തന്നെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ബാക്കിയുള്ള ബ്ലോക്കുകൾ എന്നൊക്കെ പറയുന്നത് നമ്മൾ മാനുഫാക്ചർ ആയിട്ടുള്ള, അതായത് സിമെൻ്റ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്തെടുക്കുന്നതാണ്. ഇപ്പോൾ AAC ബ്ലോക്ക് നമുക്കൊരിക്കലും അത് ഈ പറഞ്ഞ 100 വർഷമായിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്കില്ല. പക്ഷേ അത് ഇപ്പോൾ നമ്മൾ തന്നെ ഒരു 5-8 വർഷമൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അത് ഡ്യൂറബിൾ ആണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന 100-200 വർഷത്തിൻ്റെ കാര്യം നമുക്കറിയില്ല. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കുകൾ, ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ തുടങ്ങിയ സമയത്ത് ഒരു 10-20 വർഷം പഴക്കമുള്ള ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് വെച്ച് മതിൽ കെട്ടിയത്, അത് അത്യാവശ്യം നിന്നിട്ടുണ്ട്. പക്ഷേ അത് തേച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ മഴയൊക്കെ തട്ടുന്ന സൈഡിൽ ചെറുതായിട്ട് അത് ഇളകി പോകുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ആ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കുകൾ അത്രത്തോളം ഡ്യൂറബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എക്സ്പോസ് ഒക്കെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓവർ എ പീരിയഡ് അതിന് പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ അതിൻ്റെ ഒരു ലെയറൊക്കെ ഇളകി പോകാനുള്ള സാധ്യത. അത് നമ്മുടെ ഈ മാനുഫാക്ചർ ആയിട്ടുള്ള ചെങ്കലിൻ്റെ പൊടിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മാനുഫാക്ചർ ആയിട്ടുള്ള ബ്ലോക്കിന് എക്സ്പോസ്ഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കഴിയുമ്പോഴേക്കും അത്തരത്തിൽ ഇളകി പോകാനൊക്കെ ഉള്ളൊരു സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. AAC ബ്ലോക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കുറച്ചധികം വർഷമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സിമെൻറ്റ് ബ്ലോക്കിൻ്റെയും ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇത് ഓരോ ആളുകൾ അല്ലെങ്കിൽ ഓരോ കമ്പനികൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മിക്സിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലോഡ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനും ഒരേ സമയം ഡ്യൂറബിളായി തന്നെ നിൽക്കാനും പറ്റുന്ന കല്ലുകളാണ്. പക്ഷേ ഈ കല്ലുകളൊക്കെ തന്നെ വെച്ച് നമ്മൾ തറയൊക്കെ പണിയുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചെങ്കല്ല് വെച്ചിട്ട് തറ പോലും പണിയാറുണ്ട്. ഒത്തിരി നാൾ കഴിഞ്ഞ് നമ്മളവിടെ നോക്കിക്കഴിഞ്ഞാൽ ആ ചെങ്കല്ല് അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും. നേരെ മറിച്ച് സിമെൻറ്റ് ബ്ലോക്കൊക്കെ വെച്ചിട്ട് നമ്മൾ മണ്ണിനകത്ത് തറയൊക്കെ ഉണ്ടാക്കാൻ പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും അത് പൊടിഞ്ഞു പോകുന്ന സാഹചര്യം കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം, അത് നേരെ കോൺക്രീറ്റ് എന്ന് പറഞ്ഞ രൂപത്തിലേക്ക് വരുമ്പോഴേക്കും കോൺക്രീറ്റ് ആണ് മണ്ണിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത്. പക്ഷേ സിമെൻറ്റ് ബ്ലോക്ക് എന്ന് പറയുമ്പോഴേക്കും അതിനകത്ത് സിമെൻറ്റും സാൻഡും ഒക്കെ മിക്സ് ചെയ്തിട്ടില്ല. സിമെൻറ്റിൻ്റെ ഒരു പോർഷൻ വളരെ കുറവായിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷനൊക്കെ അനുസരിച്ചിട്ടുള്ള രീതിയിൽ അത് നമുക്ക് എന്താ പറയുക, ഡ്യൂറബിൾ ആയിരിക്കും, ഡ്യൂറബിൾ അല്ലാതെയും ചെയ്യാൻ പറ്റും. കോസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി എന്ത് എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഡ്യൂറബിലിറ്റിയുടെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ചെങ്കല്ല്, അതുപോലെ തന്നെ ചുടുകട്ട, അതുപോലെ തന്നെ നമ്മളെ പോറോത്തും ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ക്ലേ പ്രൊഡക്റ്റാണ്. അത് പുറമെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നുള്ള, കാരണം ചുടുകട്ട എന്ന് പറയുന്നത് നമ്മൾ മണ്ണ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ക്ലേ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ വേറൊരു ഫോമിലുള്ള പ്രൊഡക്റ്റാണ് പോറോത്തം എന്ന് പറയുന്നത്. അപ്പോൾ അതും അത്യാവശ്യം വർഷങ്ങൾ തീർച്ചയായിട്ടും നിൽക്കുന്നുള്ളതാണ്. കാരണം പോറോത്തം ഈ പറയുന്ന എന്താ പറയുക, ഹോളോ ബ്രിക്ക് എന്നൊക്കെ പറയുന്ന സാധനം നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ കേട്ട് വന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും 10-30 വർഷം എന്താ പറയുക ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ടുള്ള കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്കതിൻ്റെ ഡ്യൂറബിലിറ്റിയിൽ ഏത് സെലക്ട് ചെയ്യാമെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോറോത്തം, ലാറ്ററൈറ്റ് ബ്ലോക്ക്, നല്ല ചുടുകട്ട എന്നുള്ള കാര്യങ്ങളായിരിക്കും ഞാൻ സജസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി അടുത്തത് നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഹീറ്റ് ഇൻസുലേഷൻ വെച്ചിട്ടുള്ള ഇതിൻ്റെ ഒരു കമ്പാരിസൺ എടുത്തു നോക്കാം. അപ്പോൾ നമുക്കറിയാം ഈ ഒരു സിമെൻറ്റ് എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ പ്രൊഡക്റ്റാണ്. അതുപോലെ തന്നെ സിമെൻറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒത്തിരി കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിട്ടുകൊണ്ടാണ് സിമെൻറ്റിൻ്റെ ആ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു നാച്ചുറൽ മെറ്റീരിയൽ എടുത്തിട്ട് അതിനെ സിമെൻറ്റ് വെച്ച് കവർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മെറ്റീരിയലിൻ്റെ ബ്രീത്തബിലിറ്റി പോവുക അല്ലെങ്കിൽ നഷ്ടപ്പെടുകയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ ഒരു നാച്ചുറൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റീസ് ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ കാര്യം മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്കിതിൻ്റെ തെർമൽ ഇൻസുലേഷനെ കുറിച്ച് സംസാരിക്കാം. അതായത് ചെങ്കൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാച്ചുറൽ പ്രൊഡക്റ്റാണ്. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഹീറ്റ് ഇൻസുലേഷൻ, അതായത് നമുക്ക് കമ്പാരിസൺ ഞാൻ ഓരോന്ന് പറയാം. അതായത് ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു തെർമൽ ഇൻസുലേഷൻ നമുക്ക് ഈ ഒരു ചെങ്കലിന് നമുക്ക് ഉണ്ടെന്ന് പറയാം. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ സിമെൻറ്റ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെർമൽ ഇൻസുലേഷൻ കമ്പയറിങ് ടു നമ്മുടെ ചെങ്കലിൽ കുറവ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം തീർച്ചയായിട്ടും അത് കോൺക്രീറ്റ് ആണ്, നല്ല രീതിയിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യും, അത് കണ്ടക്ട് ചെയ്ത് അകത്തേക്ക് ചൂട് കടത്തി വിടാനുള്ളൊരു സാഹചര്യം അല്ലെങ്കിൽ സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. നേരെ മറിച്ച് നമ്മൾ ഈ പറഞ്ഞ ചെങ്കലിനെ നമ്മൾ രണ്ട് സൈഡും തേച്ച് കഴിഞ്ഞാൽ ചെങ്കലിൻ്റെ ഈ പ്രോപ്പർട്ടി ഒക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് എക്സ്പോസ് ചെയ്ത് വെക്കുകയാണെങ്കിലാണ് ചെങ്കലിന് ആ ഒരു പ്രോപ്പർട്ടി കിട്ടുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ നമുക്കിനി അടുത്ത ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് എടുക്കാം. ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് എടുക്കുമ്പോഴേക്കും അത് സിമെൻറ്റിലും ഉണ്ട്, മണ്ണിലും ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിമെൻറ്റിലും മണ്ണിലും നേരത്തെ നമ്മൾ ചെങ്കലിനെയും സിമെൻറ്റ് ബ്ലോക്കിനെയും പറഞ്ഞ് ഏറെക്കുറെ സെയിം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനകത്ത് AAC ബ്ലോക്ക് വെച്ചിട്ടുള്ള എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരു 20-30% വരെയെങ്കിലും നല്ല രീതിയിൽ ഒരു ഹീറ്റ് ഇൻസുലേഷൻ, അതായത് പുറത്ത് വെയിലത്ത് കിടക്കുന്ന ഒരു കല്ല് അകത്തേക്ക് കണ്ടക്ഷൻ വഴി ചൂട് വന്ന് ആ ചൂട് അകത്തേക്ക് കടത്തി വിടാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, ഈ പോറോത്തം ബ്ലോക്കിൻ്റെ ഉള്ളിൽ വളരെ മൈന്യൂട്ട്
മൈന്യൂട്ടായിട്ടുള്ള കുറേ ബബിൾസ് പോലെ അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കണ്ടക്ഷൻ വളരെ കുറവാണ്. ഒരു സൈഡിൽ ചൂടായി അപ്പുറത്തെ സൈഡിലേക്ക് ചൂട് കടത്തി വിടുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ അകത്ത് നല്ല രീതിയിൽ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു കൂൾ അറ്റ്മോസ്ഫിയർ കിട്ടാൻ അത് ഹെൽപ്ഫുൾ ആവുന്നുള്ളത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. ഈ സെയിം തന്നെയാണ് എനിക്ക് പോറോത്തേം ബ്ലോക്കിൻ്റെ കാര്യത്തിലും പറയാനുള്ളത്. കാരണം പോറോത്തേം ബ്ലോക്കിൻ്റെ ഉള്ളിൽ നമുക്ക് ഒത്തിരി എയർ ഗ്യാപ്പുകളാണ്. അത് വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും ശരി. പോരാത്തതിന് ഇതൊരു ക്ലേ പ്രൊഡക്റ്റ് കൂടിയാണ്. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് എന്താ പറയുക, ഇത് പുറത്തുനിന്നുള്ള ഹീറ്റ് എടുത്തിട്ട് അകത്തേക്ക് വിടാതെ, കാരണം ഈ ഒരു എയർ ഗ്യാപ്പ് കൂടെ ഉള്ളതുകൊണ്ട് ഉള്ളിലെ ടെമ്പറേച്ചർ നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ആ ഒരു ഹീറ്റ് ഇൻസുലേഷൻ്റെ കാര്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല ബ്ലോക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പറയുക AAC ബ്ലോക്കും അതുപോലെ തന്നെ പോറോത്തേം ബ്ലോക്ക് എന്നുള്ളതായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഈസ് ഓഫ് കൺസ്ട്രക്ഷൻ, ഏറ്റവും എളുപ്പത്തിൽ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്ന കല്ല് ഏതാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ആദ്യമേ നമുക്ക് ചെങ്കല്ലെടുത്ത് കഴിഞ്ഞാൽ ചെങ്കലിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ നല്ല വെയിറ്റാണ് കല്ല്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ഫാസ്റ്റായിട്ട് പണി നടക്കുക നമുക്ക് പറയാൻ പറ്റും. ഒരു മോഡറേറ്റ് സ്പീഡിൽ, അതായത് നമ്മൾ ചുടുകട്ട, നമ്മുടെ റെഡ് ബ്രിക്കിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചുടുകട്ട ഒരു ഏകദേശം 6-7 കല്ല് വേണ്ടി വരും ഒരു ചെങ്കല്ലിൻ്റെ സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാൻ. അപ്പോൾ ചുടുകട്ട വെച്ച് നമ്മളൊരു ചെമ്പര് കെട്ടുന്നതിനേക്കാൾ ഫാസ്റ്റായിട്ട് ചെങ്കലിൻ്റെ പണി നടക്കുന്നു നമുക്ക് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും കൺസ്ട്രക്ഷൻ കോസ്റ്റും ചെങ്കലിന് കമ്പയറിങ് ടു റെഡ് ബ്രിക്ക് കുറവായിരിക്കും. കാരണം നമ്മൾ റെഡ് ബ്രിക്ക് അല്ലെങ്കിൽ ചുടുകട്ട നമുക്ക് ഒത്തിരി കട്ടകൾ വെക്കണം, അതിൻ്റെ ഇടയിലൊക്കെ സിമെൻറ്റ് ഇടണം, ഇങ്ങനത്തെ പണികൾ ചെയ്ത് വരുമ്പോഴേക്കും ചെങ്കല് നമുക്ക് ഓരോ കല്ലുകൾ വെച്ച് വേഗം പണി പോകാനായിട്ട് പറ്റും. നേരെ മറിച്ച് സിമെൻറ്റ് ബ്ലോക്കിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ചെങ്കലിൻ്റെ അത്ര തന്നെ വെയിറ്റ് കുറവായതുകൊണ്ട് കുറച്ചുകൂടെ കമ്പയറിങ് ടു ചെങ്കലിൽ കുറച്ചുകൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് പണി നടക്കുന്നു വേണമെങ്കിൽ പറയാം. അതുപോലെ നമ്മൾ ഇനി AAC ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ AAC ബ്ലോക്കിന് നീളം കൂടുതലാണ്, അതായത് 2 അടിയോളം നീളം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വർക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആവാൻ, അതുപോലെ തന്നെ ഇതിന് നമുക്ക് ഈ സിമെൻറ്റും ഇതും ഒന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, നേരെ അഡസീവ് വെച്ചിട്ട് അതായത് ഗമ്മ് വെച്ചിട്ട് നമുക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രാഫ്റ്റ്മാൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കൂടെ ഫാസ്റ്റായിട്ട് നമുക്ക് വർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ കാര്യത്തിൽ നമ്മുടെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്കാണ് ഏറ്റവും ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനം. ഫസ്റ്റത്തെ ഒരു ലെയർ മാത്രം നമുക്ക് എന്ത് ചെയ്താൽ മതി, സിമെൻറ്റിൽ വെച്ചാൽ മതി, ബാക്കിയുള്ള എല്ലാം നമുക്ക് ഇൻ്റർലോക്കിംഗ് ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. ഇനി പോറോത്തേം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അതിന് നമുക്ക് നമ്മുടെ സിമെൻറ്റ് ഇടുന്നതിന് അതിൻ്റെ ഒരു ടൂളൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ഫാസ്റ്റായിട്ട് പോകാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു ചെങ്കലിനെ പോലെയൊക്കെ തന്നെ സ്പീഡിലൊക്കെ തന്നെ അതും പോകാൻ പറ്റുന്നുണ്ടാവുള്ളൂ. അപ്പോൾ ഏറ്റവും ഫാസ്റ്റായിട്ട് കൺസ്ട്രക്ഷൻ ഏതിന് ചെയ്തെടുക്കാൻ പറ്റും, ഏറ്റവും കുറവ് കോസ്റ്റിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും പോറോത്തേം, അത് മഡായാലും ശരി ക്ലേ ആയാലും ശരി, അത് എടുക്കുക എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നുണ്ടാവുക. അടുത്തതായിട്ട് ഇതിൻ്റെ ഒരു വാട്ടർ അബ്സോർപ്ഷൻ എത്രത്തോളം ഉണ്ടെന്നുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണെന്നുള്ളത് വെച്ചിട്ട് നമുക്കൊരു കമ്പാരിസൺ എടുക്കാം. ചെങ്കല്ലെടുത്ത് കഴിഞ്ഞാൽ ചെങ്കൽ അത്യാവശ്യം നന്നായിട്ട് തന്നെ വെള്ളം കുടിക്കും. നാച്ചുറൽ പ്രൊഡക്റ്റ് നമുക്കറിയാം. നമ്മൾ തേക്കുന്ന സമയത്തൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ, അതായത് സിമെൻറ്റ് ഇടുന്ന സമയത്തും ഫസ്റ്റത്തെ ഒരു ലെയറൊക്കെ പെട്ടെന്ന് അങ്ങ് വലിയുന്ന സാഹചര്യം, വലിയെന്ന് പറഞ്ഞാൽ അങ്ങ് ഉള്ളിലേക്ക് വലിക്കും. നമ്മൾ എന്തെങ്കിലും ഒരു വാട്ടർ പ്രൂഫിങ്ങോ ചെയ്യുന്ന ഒരു കെമിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ ബ്രിക്കിനും നമ്മൾ ഒരു കോട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 കോട്ടൊക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. ഇതേ സാധനം സിമെൻറ്റ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ കമ്പയറിങ് ടു ചെങ്കലിൽ കുറവെന്ന് വേണമെങ്കിൽ പറയാം. കാരണം പ്രോപ്പറായിട്ട് ക്യൂറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ബ്ലോക്ക് ആണെങ്കിൽ വെള്ളം അബ്സോർബ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ചെങ്കലിനേക്കാൾ കുറവായിരിക്കും. ഇതേ സാധനം നമ്മൾ AAC ബ്ലോക്കിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവ് നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മുടെ ഒരു പ്രൊജക്റ്റിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ AAC ബ്ലോക്ക് വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് വാട്ടർ അബ്സോർപ്ഷൻ. കാരണം നമ്മൾ ഫ്ലോറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ക്യൂറിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ ഏകദേശം ഒരു 10 സെൻറ്റിമീറ്ററൊക്കെ വെള്ളത്തിൽ നമ്മൾ ബ്ലോക്ക് വെച്ചിട്ട് ഒരു 1 സെൻറ്റിമീറ്ററൊക്കെയാണ് ക്യാപിലറൈസ് വന്ന് കണ്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ പോറോത്തേം ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാലും എനിക്ക് തോന്നുന്നത് കമ്പയറിങ് ടു ചെങ്കല്ല് അല്ലെങ്കിൽ ചുടുകട്ട വളരെ കുറവായിട്ട് തന്നെയായിരിക്കും അബ്സോർപ്ഷൻ ഉണ്ടാവുക. കാരണം അത് കിൻ ഡ്രൈഡ് ആയിട്ടും അതുപോലെ തന്നെ ഫയർഡ് ഒക്കെ ആയിട്ട് വരുന്നതുകൊണ്ട് കമ്പയറിങ് ടു ചെങ്കല്ല് കുറവായിരിക്കും. നമ്മുടെ ചുടുകട്ട എടുത്തു കഴിഞ്ഞാലും അത് ഫയർഡ് അല്ല, അത് ചൂളയിൽ ചുട്ട് അല്ലെങ്കിൽ വെന്ത് വരുന്ന കല്ലാണെങ്കിൽ പോലും വെള്ളം നല്ല രീതിയിൽ അത് അബ്സോർബ് ചെയ്യും. നമ്മൾ സിമെൻ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റത്തെ ഒരു ലെയർ നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് കാണാം. നമ്മുടെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാലും അത് സിമെൻ്റ് ആണെങ്കിൽ കുറച്ചായിരിക്കും അബ്സോർപ്ഷൻ ഉണ്ടാവുക. നമ്മുടെ മഡാണെങ്കിൽ അല്ലെങ്കിൽ ക്ലേ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അബ്സോർപ്ഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആ ഒരു അബ്സോർപ്ഷൻ്റെ പെർസ്പെക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറവ് അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും AAC ബ്ലോക്ക്, അത് കഴിഞ്ഞ് പോറോത്തേം ആയിരിക്കും. ബാക്കിയുള്ള ബ്ലോക്കുകളെല്ലാം അത് സിമെൻ്റ് ആണോ മണ്ണാണോ എന്നുള്ള
ഒക്കെ അനുസരിച്ചിട്ട് അതിൻ്റെ ഒരു അബ്സോർപ്ഷൻ മാറി തിരിഞ്ഞൊക്കെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റ് പാർട്ടും കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം നമ്മുടെ പ്രൊജക്റ്റിന് ഇതിൽ ഏത് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചെങ്കല്ല് എടുത്തു കഴിഞ്ഞാൽ കണ്ണൂർ ഭാഗത്ത് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും 35-40 എന്നൊക്കെ പറഞ്ഞ റേഞ്ചിലായിരിക്കും ഉണ്ടാവുക. ഇതേ ചെങ്കല്ല് ഇവിടെ മലപ്പുറം എൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തുമ്പോഴേക്ക് ഏകദേശം 55-60 രൂപയുടെ അടുത്ത് കോസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. സിമെൻറ്റ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു ആവറേജ് ഒരു 45 to 50 രൂപ ഒക്കെ റേഞ്ചിലാണുള്ളതെന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ AAC ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ അതിന് നീളം കൂടുതലുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിനെ നോർമൽ ഒരു സൈസിലേക്ക് എടുത്തു കഴിഞ്ഞാലും നമ്മുടെ ചെങ്കലിനേക്കാളും അത് അല്ലെങ്കിൽ നമ്മുടെ സിമെൻറ്റ് കട്ടേനെക്കാട്ടിലും കോസ്റ്റ് കൂടുതൽ തന്നെയാണ് AAC ബ്ലോക്കിനെന്ന് പറയുന്നത്. നമ്മുടെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ഈ സിമെൻറ്റ് ബ്ലോക്കിൻ്റെയും ചെങ്കലിൻ്റെയും ഒക്കെ ഓരോ ഇതനുസരിച്ചിട്ട് പ്രൈസ് ഇരിക്കും. അതായത് സിമിലർ ആയിട്ടുള്ള പ്രൈസ് തന്നെ ഇരിക്കുന്നുണ്ടാവുക. ആ കൂട്ടത്തിന് അടുത്തൊരു കോസ്റ്റ് കൂടിയ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോറോത്തം ബ്ലോക്ക് ആയിരിക്കും. കാരണം ഏകദേശം ഒരു ബ്ലോക്കിന് 80-90 രൂപ അടുപ്പിച്ചിട്ട് കോസ്റ്റ് വരുന്നുണ്ടെന്നുള്ളതാണ്. ഇതൊക്കെ ഓരോ സ്ഥലങ്ങളും ട്രാൻസ്പോർട്ടേഷനൊക്കെ കഴിഞ്ഞ് നിങ്ങളുടെ സൈറ്റിലേക്ക് എത്തുന്ന സമയത്തുള്ള കോസ്റ്റുകളൊക്കെ തീർച്ചയായിട്ടും മാറും. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സൈറ്റിൽ എത്ര രൂപയ്ക്ക് ഈ മെറ്റീരിയൽ എത്തുന്നുള്ളതാണ് നിങ്ങൾ പ്രൈസ് വൈസ് നോക്കേണ്ടത്. ഞാൻ ഈ പറഞ്ഞതെല്ലാം ജനറലായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഓരോ സൈറ്റിൽ ഇങ്ങനെ നമ്മൾ ഓരോ പ്രൊജക്റ്റിലേക്കും പറഞ്ഞേക്കുന്ന ഇത് വെച്ചിട്ടുള്ള ഒരു ഇതാണ്. അതിലെന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കറക്റ്റ് ചെയ്യാം. അതിനകത്ത് അത് കറക്റ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്കത് നമ്മൾ ഏറ്റവും ഉദ്ദേശിക്കുന്ന കോസ്റ്റിൽ ഏത് മെറ്റീരിയൽ എത്തുന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ സൈറ്റിൽ എത്തുന്ന ഒരു കോസ്റ്റ് നമ്മൾ ഇതിൻ്റെ പണി ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഫാസ്റ്റായിട്ടും ഏറ്റവും മിനിമം കോസ്റ്റുമായിട്ട് ചെയ്യാൻ പറ്റുന്ന ആളുകൾ അത് ചെയ്യുക. ഇനി അതല്ല ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളും വെച്ചിട്ട് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ ബേസിസിൽ ഏറ്റവും ചിലവ് കുറഞ്ഞിട്ട് ഏത് ചെയ്യാൻ പറ്റും എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം നമ്മുടെ ഇൻ്റർലോക്കിംഗ് ബ്ലോക്ക് തന്നെയാണ് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റുക. ഏറ്റവും ഡ്യൂറബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഏതാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഞാൻ ചുടുകട്ടയോ ചെങ്കല്ലോ പോറോത്തേമോ AAC ബ്ലോക്കൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. നമുക്ക് നല്ല രീതിയിൽ ഹീറ്റ് ഇൻസുലേഷൻ ഒക്കെ കിട്ടണം, കോസ്റ്റ് ഒരു പരിധി വരെ പ്രശ്നമല്ല എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും AAC ബ്ലോക്ക് അല്ലെങ്കിൽ പോറോത്തം ബ്ലോക്ക് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾ ഏറ്റവും നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ, അതായത് കോസ്റ്റ് മാത്രമാണ് നിങ്ങളുടെ കൺസിഡറേഷൻ. എന്നാൽ കുറച്ച് ഡ്യൂറബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ നിയറസ്റ്റ് ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ, അത് ചെങ്കല്ലോ ചുടുകട്ടയോ ഒക്കെ ആണെങ്കിൽ അത് വെച്ചിട്ട് പോകാന്നുള്ളതായിരിക്കും. കുറേ കൂടെ കോസ്റ്റ് ഞാൻ പറഞ്ഞു AAC ബ്ലോക്കും ഒക്കെ തന്നെയായിരിക്കും. അത് കോസ്റ്റും കൂടെ ഒന്ന് കൺട്രോൾ ചെയ്ത് എന്നാൽ തെറ്റില്ലാത്ത കുറച്ച് നാളത്തേക്ക് മീൻസ് ഇതിൻ്റെ ഡ്യൂറബിലിറ്റിയൊക്കെ കിട്ടുന്നതാണെങ്കിൽ സിമെൻറ്റ് ബ്ലോക്കൊക്കെ ആയിരിക്കും അതിനകത്ത് വരുന്നൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതായാലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ച കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ എതിരഭിപ്രായമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. എനിക്കത് യൂസ്ഫുൾ ആയിരിക്കും, ഈ വീഡിയോ കാണുന്ന ആളുകൾക്കും അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.